Dear friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നുള്ള ഒരു ആശയമാണ്. എന്താണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് നോക്കാം. Let I subset of R be an interval and let S from I to R. Then S is called a step function if it has only a finite number of distinct values, each value being assumed one or more intervals in capital I. ഇവിടെ നമ്മൾ എസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഐ എന്ന് പറയുന്ന ഇന്റർവെലിന്റെ മുകളിലാണ്. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു റിയൽ വാല്യൂ ഫംഗ്ഷൻ ആയിട്ടാണ്. എപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണെന്ന് വിളിക്കുന്നത്? കണ്ടീഷൻ ഇതാണ്: ഫംഗ്ഷനെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ആണ് എക്സിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈച്ച് വാല്യൂ ബീങ് അസ്യൂംഡ് വൺ ഓർ മോർ ഇന്റർവെൽസ് ഇൻ ഐ. ഓരോ വാല്യൂവും ഓരോ ഇന്റർവെല്ലിലായിരിക്കണം, അല്ലെങ്കിൽ ഓരോ സബ് ഇന്റർവെല്ലുകളിലായിരിക്കണം നിങ്ങൾ ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ s from -2 to 2 closed interval -2 to 2 to r defined by s of x is equal to -1 when -2 less than or equal to x less than -1, 0 when -1 less than or equal to x less than or equal to 0, 1 0 less than x less than 3/2, 2 3/2 less than or equal to x less than 2, 1 2 less than or equal to x less than or equal to 3. ഇവിടെ ആക്ച്വലി നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -2 മുതൽ 3 വരെയാണ്. അപ്പോൾ അതിലെ സ്റ്റാർട്ടിങ്ങിൽ ഫംഗ്ഷൻ എസ് ഫ്രം -2 to 2 എന്നുള്ളത് ആക്ച്വലി -2 to 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. So here our function s is defined from -2 to 3 to r. It's a real valued function. -2 മുതൽ 3 വരെയുള്ള എല്ലാ പോയിന്റ്സിനും അത് വെൽ ഡിഫൈൻഡ് ആണ്. അതിൽ തന്നെ നമുക്ക് ഒരു 5 സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് 4 വാല്യൂസ് ആണ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാ വാല്യൂസ് വരുന്നത്? -1 0 1 2. 1 എന്ന് പറയുന്ന വാല്യൂ 2 സബ് ഇന്റർവെല്ലിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എസിന് എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആണ്, അതായത് 4 വാല്യൂസ് ആണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോ വാല്യൂസും, ചില വാല്യൂസ് ഒരു ഇന്റർവെല്ലില് ഒരു സബ് ഇന്റർവെല്ലില് ഒരു വാല്യൂ 1 എന്നുള്ള വാല്യൂ 2 സബ് ഇന്റർവെല്ലില് 1 or more intervals in I നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. So by the definition of step function, your s of x from -2 to 3 to r is a step function. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടുക. അതായത് -2 മുതൽ -1 വരെ നമുക്ക് -1 മുതൽ 0 വരെ നമുക്ക് 0, 1 to 0 മുതൽ 3/2 വരെ 1, പിന്നെ അതുപോലെ 3/2 മുതൽ 2 വരെ നമുക്ക് 2, പിന്നെ 2 മുതൽ 3 വരെ നമുക്ക് 1. അങ്ങനെ ഇതിലൊക്കെ വരയ്ക്കാൻ പറ്റും. ഇതൊരു സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഗ്രാഫുകൾ ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ആക്കി ആയിട്ടാണ് നമുക്ക് നിൽക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു തിയറം പഠിക്കാനുണ്ട്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let capital I be a closed bounded interval and let f from I to R be continuous on I. If epsilon greater than 0, then there exists a step function s epsilon from I to R such that modulus of f of x minus s epsilon of x is less than epsilon for all x belongs to I. ഇവിടെ I എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെൽ ആണ്. f എന്ന് പറയുന്നത് I ൽ നിന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷനോട് അപ്രോക്സിമേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടുള്ള എസ് എപ്സിലോൺ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ്.
അതായത് കറസ്പോണ്ടിങ് ടു യുവർ എപ്സിലോൺ യു ഗെറ്റ് എസ് എപ്സിലോൺ. അതായത് ആ എപ്സിലോൺ വെച്ചിട്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫംഗ്ഷന്റെ വാല്യൂവും സ്റ്റെപ്പ് ഫംഗ്ഷന്റെ വാല്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ യുവർ എപ്സിലോൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു വൺ ഓഫ് ദി സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ആശയം. നമുക്ക് ഇതിന്റെ പ്രൂഫ് നോക്കാം. Since f is continuous on a closed bounded interval, then by the unit, ഇവിടെ നമ്മുടെ f കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, തന്നിരിക്കുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ആണ്. നമുക്കറിയാം നമ്മുടെ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പ്രകാരം നമ്മുടെ f യൂണിഫോംലി കണ്ടിന്യൂസ് ആയി. If your f is uniformly continuous, then for every epsilon greater than 0, there exists a delta greater than 0 such that for any x comma y belongs to I, modulus of f of x minus f of y less than epsilon whenever modulus of x minus y less than delta, then by our definition of uniformly continuous function, that is taken as here statement number 1. ഇനി നമുക്ക് I എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവൽ ആണ്. ദാറ്റ് ഈസ് ടേക്കൺ ആസ് ഹിയർ ക്ലോസ്ഡ് ഇന്റർവൽ a comma b, and corresponding to your epsilon you get a delta greater than 0 for your definition of uniform continuity. നമുക്ക് ആ ഡെൽറ്റയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ ആയിട്ടുള്ള a comma b യെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. So you can choose a m belongs to n such that b minus a divided by m is less than delta. നമുക്കറിയാം ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി പ്രകാരം ഏതൊരു പോസിറ്റീവ് നമ്പറിനേക്കാളും ചെറുതായിട്ട് നമുക്ക് ഒരു 1/nt കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന്റെ ഒരു സപ്ലിമെന്ററി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കാവുന്നതാണ്, നിങ്ങൾക്ക് എത്ര വലിയൊരു നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിനെ ഒരു വലിയ നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു ചെറിയ നമ്പറിനേക്കാളും ചെറിയ നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. This is the result from your Archimedean property corollary. Therefore, corresponding to your delta, you get a natural number m such that your b minus a divided by m is less than your delta. You know that your b minus a is a positive number and your m is a positive number. So your b minus a divided by m is the one of the positive number. So you get that value b minus a divided by m. That is here we taken as our h. h is the length ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ a comma b യെ ഈ പറയുന്ന h ഡിസ്റ്റൻസുകൾ വെച്ച് നിങ്ങൾ നോൺ ഓവർലാപ്പിംഗ് ഇന്റർവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോ നമുക്ക് h ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ what is h? h is your b minus a divided by m. അപ്പോൾ നമുക്ക് അറിയാം ഓരോ സബ് ഇന്റർവലും, ഇപ്പൊ മുറിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സബ് ഇന്റർവലും അതിന്റെ എല്ലാം ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. കാരണം എന്താ, അതിന്റെ എല്ലാം ലെങ്ത് b minus a divided by m ആണ്. ദാറ്റ് വാല്യൂ is always here we taken as our less than that of your delta. So each sub interval, എത്ര സബ് ഇന്റർവൽ ഉണ്ടായിരിക്കും? നമുക്ക് m സബ് ഇന്റർവൽ ആണ് ഉണ്ടായിരിക്കുക. ഓരോ സബ് ഇന്റർവലിന്റെയും ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അതിൽ ആദ്യത്തെ സബ് ഇന്റർവലിനെ ഞാൻ വിളിക്കുന്നു I1. I1 is here taken as closed interval a comma a plus h. രണ്ട് സൈഡ് ക്ലോസ് ചെയ്തിട്ടുള്ള അതാണ് എന്റെ I1 എന്ന് പറയുന്ന ഇന്റർവൽ. I2 ഞാൻ എടുക്കുന്നത് എങ്ങനെയാണ്? I2 എടുക്കുന്നത് a plus h ഓപ്പൺ ചെയ്യും, എന്നിട്ട് a plus 2h ക്ലോസ് ചെയ്യും. അതായത് നോൺ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ പോയിന്റുകൾ രണ്ടിലും സെയിം വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സബ് ഇന്റർവെൽ ഞാൻ ക്ലോസ്ഡും പിന്നെ വരുന്ന സബ് ഇന്റർവെലുകളെല്ലാം തന്നെ ലെഫ്റ്റ് സൈഡ് ഓപ്പണും റൈറ്റ് സൈഡ് ക്ലോസ്ഡ് ആയിട്ട് ഞാൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ I1 is equal to closed interval a comma a plus h. I2 is equal to open interval a plus h comma a plus 2h and so on. Generally we get our Ik is equal to open a plus k minus 1 into h comma a plus hk closed. This is for k is equal to 2, 3, 4 etc. up to m. അതായത് 2 മുതലുള്ള എല്ലാ സബ് ഇന്റർവലുകൾക്കും ലെഫ്റ്റ് സൈഡ് ഓപ്പണും റൈറ്റ് സൈഡ് ക്ലോസ്ഡ് ആയിരിക്കും. ആദ്യത്തെ സബ് ഇന്റർവലിന് മാത്രം രണ്ട് സൈഡും ക്ലോസ്ഡ് ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ ഇന്റർവെലുകൾ m ഇന്റർവെൽസ് ഉണ്ട്. ഓരോ ഇന്റർവെലിന്റെയും ലെങ്ത് ആയിട്ടുള്ള h ലെസ് ദാൻ ഡെൽറ്റ ആണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Your step function s epsilon defined from I to r as follows.
യുവർ എക്സ് ബിലോങ്സ് ടു ഐ. നമുക്ക് ആലോചിക്കാം, എക്സ് എന്ന് പറയുന്നത് ഐയിലുള്ളതാണ്, കാരണം സ്റ്റെപ്പ് ഫംഗ്ഷൻ ഐ എന്ന് പറയുന്ന ഡൊമൈനിൽ മുഴുവനായിട്ട് ഡിഫൈൻ ചെയ്യണം. യുവർ എക്സ് ബിലോങ്സ് ടു ഐ, then you have m non-overlapping intervals. Union of these m non-overlapping intervals equal to I. Therefore, if your x belongs to I, your x belongs to exactly one of the ik. ഏതെങ്കിലും ഒരു സബ് ഇന്റർവെല്ലിൽ മാത്രമേ ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എസ് എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു ഡിഫൈൻ ചെയ്യുന്നത്. എസ് എപ്സിലോൺ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ഫോർ എക്സ് ബിലോങ്സ് ടു ഐ കെ. അപ്പൊ എന്താ ഉണ്ടായത്, നമ്മൾ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഡൊമൈനിൽ എസ് എപ്സിലോണിന്റെ ഡൊമൈൻ ആയിട്ടുള്ള ഐയിൽ നിന്ന് എടുക്കുന്നു. ഇഫ് യു ടേക്ക് എ പോയിന്റ് എക്സ് ഫ്രം യുവർ ഐ, ഇറ്റ് മസ്റ്റ് ബി ബിലോങ്സ് ടു എക്സാക്ട്ലി വൺ ഓഫ് ദി ഐ കെ. ഈച്ച് ഐ കെ എന്ന് പറയുന്നത് നോൺ ഓവർലാപ്പിംഗ് ആയിട്ട് ഇന്റർവെൽസ്, ഏതെങ്കിലും എക്സാക്ട്ലി വൺ ഓഫ് ദ നോൺ ഓവർലാപ്പിംഗ് ഐ കെയിൽ നിങ്ങളുടെ എക്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഐ കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഐ കെക്ക് എന്ന് പറയുന്നത് ഒരു ഇന്റർവെൽ ആണ്. ഐ കെക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് പോയിന്റും ഒരു റൈറ്റ് ഹാൻഡ് പോയിന്റ് ഉണ്ടായിരിക്കും. അതിന്റെ റൈറ്റ് ഹാൻഡ് പോയിന്റ് ആയിട്ടുള്ള എ പ്ലസ് കെ എച്ച് എടുക്കുന്നു. എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെമ്പർ ഓഫ് യുവർ ഐ, ആൻഡ് യു നോ ദാറ്റ് യുവർ ഫംഗ്ഷൻ എഫ് ഈസ് defined on that point. The image of your f at that point is taken as your s epsilon of x. That is s epsilon of x equal to f of a plus kh for all x belongs to ik. This is for all k is equal to 1 2 3 etc. up to m. ഇപ്പൊ നമുക്ക് സംഭവിച്ച കാര്യം, നിങ്ങളുടെ നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെല്ലിലെ ഒരു ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ആ ഇന്റർവെല്ലിൽ വരുന്ന എല്ലാ പോയിന്റുകളുടെയും എസ് എപ്സിലോൺ ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ആ ഇന്റർവെല്ലിന്റെ റൈറ്റ് ഹാൻഡ് പോയിന്റിന്റെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇമേജ് ആയിരിക്കും. സോ യുവർ ഇമേജ് ഓഫ് എസ് എപ്സിലോൺ ഫോർ എ നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെൽ ഐ കെ ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെ ഓരോ നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെല്ലിനും നമുക്ക് ഇതുപോലെ എസ് എപ്സിലോൺ ഓഫ് എക്സ് കിട്ടും. ഓരോ നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെല്ലിനും നമ്മുടെ എസ് എപ്സിലോൺ ഓഫ് എക്സ് കോൺസ്റ്റന്റുകളായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ എസ് എപ്സിലോൺ ഓഫ് എക്സിന് എത്ര വാല്യൂസ് ഉണ്ടായിരിക്കാം? എം വാല്യൂസ് ഉണ്ടായിരിക്കാം. കാരണം നമുക്ക് എം നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് മാക്സിമം ഉണ്ടായിരിക്കാവുന്ന വാല്യൂ എം ആണ്. ഇനി ചിലപ്പോൾ ഇതിലെ ചില വാല്യൂസ് സെയിം ആയിരിക്കാം. അപ്പോ എന്തായാലും എമ്മോ എമ്മിൽ താഴെയോ ആയിരിക്കാം നമ്പർ ഓഫ് എലമെന്റ്സ്, നമ്പർ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഫോർ യുവർ എസ് എപ്സിലോൺ ഓഫ് എക്സ്. ഇനി നമുക്ക് അപ്പോ നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ആയിരിക്കണം. സോ വി ഗെറ്റ് the number of values images is less than or equal to your m, and each value consisting of one or more intervals. നമുക്ക് സംഭവിച്ചേക്കാം ചിലപ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതലോ ഇന്റർവെല്ലിൽ ചിലപ്പോൾ വന്നേക്കാം, ഒന്നില്ലെങ്കിൽ അത് വന്നിരിക്കും എന്തായാലും, കാരണം നമുക്ക് മാക്സിമം എം എൽ എടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എസ് എപ്സിലോൺ ഓഫ് എക്സ് ഐയിൽ നിന്ന് ആറിലേക്ക് ഇപ്പോൾ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് കിട്ടി. മാത്രമല്ല ബൈ ദ ഡെഫിനേഷൻ ഓഫ് സ്റ്റെപ്പ് ഫംഗ്ഷൻ your s epsilon of x is the one of the step function defined from your I to R. ഇനി നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യണം. അതായത് we can take our modulus of f of x minus s epsilon of x. We know that f of x minus s epsilon of x എന്ന് പറയുന്നത് എന്താണ്? That is equal to f of a plus kh ആണ്. So we get which is equal to modulus of f of x minus f of a plus kh. ഇനി എന്താണ് x? x എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ് ഐയിലെ. എങ്ങനെയാണ് s epsilon of x എന്ന് പറയുന്നത് f of a plus kh കിട്ടിയത്? f of a plus kh കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ x എന്ന് പറയുന്ന പോയിന്റ് നിങ്ങളുടെ ഐക്കയിൽ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് x എന്ന് പറയുന്ന പോയിന്റ് ഐക്കയിലും ഉണ്ട്, അതിന്റെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള f of a plus kh ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. So here we have modulus of f of x minus f of a plus kh. Here x and a plus kh both are the points belongs to your ik, and you know that the length of each ik is less than delta. Therefore the distance between these two points, x ഉം a plus kh തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 പ്രകാരം
If modulus of x minus y is less than delta, then we get modulus of f of x minus f of y less than epsilon. So here modulus of x minus a plus kh is less than delta. Therefore by 1 we get modulus of f of x minus f of a plus kh is less than epsilon. What is f of a plus kh? That is our s epsilon. So we get the result that is modulus of f of x minus s epsilon of x is less than epsilon for all x belongs to I. So this means your s epsilon of x, that is your step function, is approximated to your continuous function f of x on your capital I. നമുക്ക് അതിലൊരു പിക്ചറൈസേഷൻ ഇങ്ങനെ ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഡാർക്ക് ലൈൻ ആയിട്ട് കിടക്കുന്നു. ഇനി നമുക്ക് എസ് എപ്സിലോൺ ഓഫ് എക്സ് എന്താണ് ഓരോ സബ് ഇന്റർവലുകൾ മുറിക്കുന്നു. താഴെ നമുക്ക് കാണാം എ ടു ബിയിലെ നമുക്ക് എം നോൺ ഓവർലാപ്പിംഗ് ഇന്റർവൽസ് ആയിട്ട് മുറിക്കുന്നു. ഓരോ സബ് ഇന്റർവലിലും റൈറ്റ് ഹാൻഡ് പോയിന്റിന്റെ ഫംഗ്ഷന്റെ ഇമേജ് ആണ് നിങ്ങളുടെ എസ് എപ്സിലോൺ ഓഫ് എക്സ്. സോ യു ഗെറ്റ് ദ സ്റ്റെപ്സ് 1 2 3 4 5 6 7 8 9 10 ഏകദേശം 10 ഇന്റർവലായിട്ടാണ് ഇവിടെ മുറിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ആ പറഞ്ഞിരിക്കുന്ന റേഞ്ച്? എപ്സിലോൺ എന്ന് പറയുന്ന റേഞ്ച് ഒരു നമുക്കൊരു ബൗണ്ടറി പോലെ രണ്ട് സൈഡിലും മൈനസ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എന്നുള്ള രീതിയിൽ നമുക്ക് പോകുന്നു. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി നിങ്ങളുടെ എപ്സിലോൺ വളരെ ചെറുതാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് സംഭവിക്കുന്നു? എപ്സിലോൺ ചെറുതായി കഴിഞ്ഞാൽ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ പ്രകാരം ഡെൽറ്റ ചെറുതാവും. ഡെൽറ്റ ചെറുതായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലെങ്ത് ഓഫ് ഐ കെ ചെറുതാവും. അത് കാരണം കൊണ്ട് നിങ്ങളുടെ നമ്പർ ഓഫ് നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെലിന്റെ സൈസ് കൂടും. സൈസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിന്റെ വലിപ്പം അല്പം കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റെപ്പ് ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് നമ്മൾ ഈ തിയറത്തിൽ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കൊറോളറി കൂടി പറയാനുണ്ട്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Let capital I is equal to closed interval a comma b be a closed bounded interval, and let f from I to R be continuous on capital I. If epsilon greater than 0, there exists a natural number m such that if we divide I into m non-overlapping intervals ik having length b minus a divided by m, then the step function s epsilon defined by s epsilon of x equal to f of a plus kh for x belongs to ik, where k is equal to 1, 2, 3, etc. up to m, satisfies modulus of f of x minus s epsilon of x less than epsilon for all x belongs to capital I. ഇവിടെ കൊറോളറിയിൽ പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇന്റർവെലിനെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനോട് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ തൊട്ട് മുകളിൽ ചെയ്ത തിയറത്തിന്റെ പ്രൊസീജിയറിന്റെ ഒരു സമ്മറിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചെയ്തിരിക്കുന്ന പോലെ എം നോൺ ഓവർലാപ്പിംഗ് ഇന്റർവെൽ ഉണ്ടാക്കുന്നു, എസ് എപ്സിലോൺ ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം അപ്രോക്സിമേഷൻ പറയുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്, അതായത് പ്രൂഫായിട്ട് ഉപയോഗിക്കേണ്ടത് മുകളിലത്തെ തിയറത്തിന്റെ പ്രൂഫ് തന്നെയാണ്. കാരണം മുകളിലത്തെ തിയറത്തിന്റെ പ്രൂഫിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് സെപ്പറേറ്റ് നമുക്ക് പ്രൂഫ് ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഡയറക്റ്റ് പ്രൂഫ് നമുക്ക് അതിനെ ഉപയോഗിക്കുക. താങ്ക് യു.